ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാത ഇടിഞ്ഞു താണു. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപമാണ് റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. തുടർന്ന് വലിയൊരു കുഴിയാണ് അവിടെ രൂപപ്പെട്ടത്. ഓടയുടെ നിർമ്മാണം ഇവിടെ നടന്നിരുന്നു. ഒരു ഭാഗത്തെ പാത അടച്ചതിനു ശേഷമാണ് പണി നടന്നത്. വലതു ഭാഗത്തു കൂടി വാഹനങ്ങൾ പോകുന്നിടത്തും വിള്ളലുകൾ കാണപ്പെട്ടു. ഈ പ്രദേശത്ത് ഇന്നലെ കനത്ത മഴ പെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അനസ്തേഷ്യ ടെക്നീഷ്യന് ഗുരുതര പരിക്ക്. മീറ്ററിന്റെ ഓക്സിജൻ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. പാലക്കാട് സ്വദേശിയായ അഭിഷേകിനാണ് ഗുരുതര പരിക്കേറ്റത്. തലയോട്ടിക്കാണ് പരിക്കേറ്റത്. അഭിഷേക് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിലാണ്. അപകടം നടന്ന ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു. എന്നാൽ താമസ സ്ഥലത്തേക്ക് മടങ്ങിയതും വീണ്ടും ഛർദിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രവേശിപ്പിച്ചത്. പിന്നീടുള്ള പരിശോധനയിലാണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഗതാഗത കരാറുകാരുടെ സമരം അവസാനിപ്പിച്ചു. റേഷൻ വിതരണം ഇന്നു മുതൽ പുനരാരംഭിച്ചു. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം ചെയ്യുന്ന ഗതാഗത കരാറുകാരുടെ സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 2 മാസത്തെ ബിൽ കുടിശ്ശികയായ 40 കോടിയിൽ പരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സപ്ലൈകോ കൈമാറിയതോടെയാണ് കരാറുകാർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ റേഷൻ കടകളിൽ സാധനങ്ങളുടെ വിതരണം പുനരാരംഭിക്കും. ബിൽ കുടിശ്ശിക നൽകാത്തതിനാൽ ഈ മാസം 9 മുതലാണ് കരാറുകാർ സമരം ആരംഭിച്ചത്. കോഴിക്കോട് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് ബേപ്പൂരിലെ ലോഡ്ജിൽ നിന്നാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഹാർബർ റോഡ് ജംഗ്ഷനിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് കൊല്ലം സ്വദേശിയായ 58 വയസ്സുള്ള സോളമന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. വലപ്പണിക്കാരനാണ് സോളമൻ. മറ്റൊരു ലോഡ്ജിലാണ് സോളമൻ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി അനീഷിന്റെ 3 സ്റ്റാർ ലോഡ്ജ് മുറിയിൽ സോളമൻ എത്തിയതെന്നാണ് വിവരം. പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി. ചോര കണ്ട ലോഡ്ജ് ഉടമ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. സോളമന്റെ മരണം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രാങ്ക് വീഡിയോ എന്ന പേരിൽ 8 വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ചെറുപുഴ സ്വദേശിയായ ജോസ് എന്ന മാമച്ചനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജോസിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനുജ് പാലിവാൾ IPS ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. അടിയന്തരമായി കേസെടുക്കണമെന്ന് കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി. വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ കരുതുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. വോട്ടർമാർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാനായി പോളിംഗ് സ്റ്റേഷന് പുറത്ത് സൗകര്യം സജ്ജമാക്കണം. തിരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം. വോട്ടെടുപ്പ് ദിവസം രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിക്കുന്ന ബൂത്തുകൾ പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിധിയിൽ പാടില്ല. ഈ പരിധിയിൽ പ്രചാരണവും വിലക്കിയിട്ടുണ്ട്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും 1961 തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെയും വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനമെന്നും കമ്മീഷൻ അറിയിച്ചു. പരീക്ഷ തട്ടിപ്പ് തടയാൻ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതന്റിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് UPSC. പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സംവിധാനം. ജൂൺ മുതൽ ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ മുതൽ ഈ പുതിയ രീതി നടപ്പാക്കാനാണ് UPSC ആലോചിക്കുന്നത്. എന്നാൽ പരീക്ഷാ പ്രോട്ടോകോളിലെ ഈ അപ്ഡേറ്റ് വരാനിരിക്കുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ബാധകമല്ല. ഞായറാഴ്ചയാണ് സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത്. കുരങ്ങുകളുടെ ശല്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായ ജനന നിയന്ത്രണ പരിപാടി ആരംഭിക്കുന്നതിനായി അനുമതി തേടി സംസ്ഥാനം. മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സജീവമായി ചർച്ചകൾ നടന്നത്. അതിനിടെയാണ് ഈ തീരുമാനം. അതിനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വനംവകുപ്പ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് അതിർത്തി സുരക്ഷാ സേന. അതിർത്തി കടക്കാൻ ശ്രമിച്ച നുഴഞ്ഞുകയറ്റക്കാരനെ BSF വെടിവെച്ചു. ഗുജറാത്ത് മേഖലയിലെ പാക് അതിർത്തി പ്രദേശമായ ബനസ്കന്ദയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. അന്താരാഷ്ട്ര അതിർത്തി മറികടന്ന് ഇന്ത്യൻ പ്രദേശത്തെ വേലിക്ക് സമീപം സംശയാസ്പദമായി കണ്ടെത്തിയ വ്യക്തിയെയാണ് BSF ഉദ്യോഗസ്ഥർ വെടിവെച്ചത്. അതിർത്തി മറികടക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിർദ്ദേശം അവഗണിച്ചതോടെയാണ് വെടി ഉതിർത്തത് എന്നാണ് BSF പ്രസ്താവനയിൽ പറയുന്നത്. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 8 ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം എത്തുന്നത്. 16 വർഷത്തിനു ശേഷമാണ് കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വ്യാപകമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഈ മാസം 27 വരെ ക്വാറികളുടെ പ്രവർത്തനത്തിന് നിരോധനവും ഏർപ്പെടുത്തും.